വീണ്ടും ചർച്ചയാകുന്നു സിൽവർ ലൈൻ പദ്ധതി. സിൽവർ ലൈനിന് ബദലായി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതി പരിശോധിക്കും. വൈകാതെ ഇ ശ്രീധരൻ ദില്ലിയിലെത്തി റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുക. ശബരി റെയിൽപാത ഉടൻ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചർച്ചകളും അന്തിമഘട്ടത്തിലാണ്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു ഫലം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഔട്ട്കമായി മാറുകയാണോ? സുജയ, അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതുവരെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം വെച്ചിരുന്നത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിക്കൊണ്ട് പുതിയ പദ്ധതി, അതായത് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാനത്തിന് വേണം, അത് യാഥാർത്ഥ്യമാക്കണം എന്നാണ് കേരളത്തിന്റെ ആവശ്യമായി ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ സിൽവർ ലൈന് ബദലായി തന്നെ ഇ ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. നിലവിലത്തെ റെയിൽ പാതകൾക്ക് അതിൻ്റെ പാതകൾ ഇരട്ടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പലയിടത്തും മേൽപ്പാലങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് തുരങ്കപാതയൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിവേഗ റെയിൽ പദ്ധതി എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു മാർഗരേഖ, ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട്. ഇ ശ്രീധരൻ അടുത്ത ദിവസം ദില്ലിയിൽ എത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിനു പിന്നാലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ചർച്ചകൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ദില്ലി റെയിൽവേ മന്ത്രാലയത്തിൽ എത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ പ്രധാനമായ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ശബരി റെയിൽപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ അടുത്ത മാസം തന്നെ കേരളത്തിൽ എത്തിക്കൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് അതോടൊപ്പം മറ്റ് നടപടിക്രമങ്ങളെല്ലാം അതിവേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവിന്റെ അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സിൽവർ ലൈനിന് ബദലായി തന്നെ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതി, ആ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം ഏറെക്കാലമായി നീണ്ടുപോകുന്ന ഈ ശബരി പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കൂടിക്കാഴ്ച ശേഷം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സുജയ.